അപ്പൊ ഞങ്ങള് തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. എന്താ കുറെ കാലത്തിന് വന്നോണ്ടാണോ എന്താ അറിയില്ല, ഭയങ്കര സന്തോഷായി. ഇനിയിപ്പോ തൊഴുതു കഴിഞ്ഞു, വീട്ടിലോട്ട് പോവല്ലേ? ആ ഫുഡ് എന്തേലും കഴിച്ചിട്ട് പോവാ, ടൈമായി. ഇവിടെ 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 മോത്തുണ്ടറിയില്ല എന്നോണ്ടാണ് തോന്നുന്നുണ്ട്. എല്ലാരും കണ്ട് കുറച്ച് ആരാണ് ഏട്ടന്മാരെയും കുട്ടീനൊക്കെ കണ്ട് കൊറേ കാലത്തിന് ശേഷം കണ്ട്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് വീട്ടുകാരും കൂടിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്ന സിറ്റുവേഷനാണ്. അപ്പൊ എന്താ ഇന്നിപ്പോ ഏട്ടനെ അവിടെ വെച്ചിട്ട് എന്താ പറയാ പ്രതീക്ഷിക്കാതെ കണ്ടു, സംസാരിച്ചു. വളരെ സന്തോഷം. എന്താ പറയാ, ഈ സന്തോഷം കണ്ടതിന് എക്സൈറ്റ്മെന്റ് ആവും. സംസാരിക്കാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അന്ന് പോരുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് കാര്യങ്ങളൊന്നും അവരോടൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറയാൻ പറ്റി, അതുകൊണ്ടൊരു സമാധാനം. അവരൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു വർഷമായിട്ട് അടുത്ത മാസം സെപ്റ്റംബറിലാണ് വെഡിങ് ആനിവേഴ്സറി വരുന്നത്. ഒരു വർഷം തികയും. ഒരു വർഷം തികയാൻ നേരത്താണ് ഇങ്ങനെ കാണുന്നത് ഓരോരുത്തരെ. ശരിയാവുമായിരിക്കും. എന്തായാലും ഇത്രയൊക്കെ നടന്നില്ലേ, എക്സൈറ്റ്മെന്റ് തീരുന്നില്ലല്ലോ. എന്താ പറയാ, ഒരു 10 മിനിറ്റും കൂടി മുമ്പ് വന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മേനും കാണുമെന്നാ പറഞ്ഞത്. അതെ പറഞ്ഞ ഏട്ടൻ പറഞ്ഞു അച്ഛനും അമ്മയും വന്നു പോയി എന്ന്. പക്ഷെ മിസ്സായി പോയി. ഞങ്ങൾ സാധാരണ നേരത്തെ ഇറങ്ങാൻ നോക്കിയതാണ്, പക്ഷെ എല്ലാവരും മാറ്റല് പറഞ്ഞൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്താ ടൈം കണക്കായി. എന്തായാലും ഇനിയും വരെ എന്തേലൊക്കെ കാണുമല്ലോ, റെഡി ആവും. ഇതേപോലെ തന്നെ ഏട്ടന് ഓക്കെയാണ്, അവിടെ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏട്ടൻ വീട്ടിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. ആ ഏട്ടന്റെ കുടിക്കലുണ്ട്, അപ്പൊ അതിന് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പതുക്കെ ശരിയായിക്കോ. അതിന് കുടുംബത്തിൽ വേറെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, വീട്ടിലല്ലേ ഉള്ളു പ്രശ്നം. മാത്രം ഇതിപ്പോ തെരഞ്ഞ് ഒരു കട പോലും കാണല്ലോ. ചായ കുടിക്കാൻ നോൺ വെജിന്റെ ഷോപ്പൊക്കെ ഉണ്ട്. നോൺ വേണ്ട. ഈ സമയത്ത് 3-4 കിലോമീറ്റർ പോന്നിപ്പോ 4 കിലോമീറ്റർ ആയി. എവിടെ ഒന്നും കാണില്ല. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യന് കുടലും കത്തി. ഇതെന്നെങ്ങാനെത്തും. അതാ ഒരു ഹോട്ടൽ. മസാല ദോശന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കിട്ടിയാ മതി. തുറന്നോ? ഇല്ല, അടവാ. അതതിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ലൈറ്റ് ഒക്കെ. ബിരിയാണി ദർബാറ കിട്ടില്ല. വീണ്ടും ലോക. ഇതിപ്പോ ഒരു മസാല ദോശ കഴിക്കാൻ വേണ്ടി എത്ര ദൂരം പോകേണ്ടി വരും? കൊണ്ടോട്ടി ഇവിടെ ഈ ഭാഗത്ത് വെജ് കുറവാ. ഓൾമോസ്റ്റ് മലപ്പുറം ജില്ലയിലെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ കുറവാ. കറക്റ്റ് ടൈമിങ്. അത് മറ്റേതാണ് പള്ളിപ്പാട്ട്, പള്ളിയിലെ പാട്ട്. അച്ഛനും അമ്മയും അവിടെ മുറിയിൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? കൊയിലിക്കാവ്. ആ വണ്ടി ഇല്ല പോലീസ്. അപ്പൊ പോന്നതില് കാര്യണ്ട്. പക്ഷെ ഒരു 5 മിനിറ്റും കൂടെ മുന്നേ പോന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ. അത് ചിലപ്പോ ഇങ്ങനെ ആവൂല, കരച്ചിലായിരിക്കും. കൂട്ടക്കരച്ചിലാവും. ഫസ്റ്റ് ഞാൻ തുടങ്ങും. കുറച്ച് ധൈര്യം കാണിക്കണ്ടേ? ഇത്രക്കായി എന്നൊക്കെ പറയാ. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ അതിന്റെ ഒരു നിൽക്ക് മനസ്സിലാവും. അതിപ്പോ ഇങ്ങനെ പോകുന്നവരും ഇതെല്ലാ മനസ്സിലാവും. ഓക്കെ, അതിന് ഒളിച്ചോടി പോകുന്നല്ലോ.
കാര്യമായിട്ട് വീട്ടിൽ വന്ന് എല്ലാരും കാരണവന്മാരായിട്ട് ചോദിച്ചു, അന്വേഷിച്ചു, അവരുടെ ഭാഗത്തുനിന്നും അന്വേഷിച്ചു, നടത്തി തരാന്നും പറഞ്ഞ് വാക്ക് തന്നതാണോ നടത്തി തരാന്ന് വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വിളിച്ചു പറയാണ് എന്റെ കല്യാണം വേറെ നോക്കണ്ടെന്ന്. അപ്പൊ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ പ്ലാനിങ് ആണോ? ഞാനന്ന് എവിടെയാണ്, ഞാൻ കോട്ടയത്ത് നിൽക്കുന്ന സമയ. കോട്ടയത്ത് നിന്ന് തലേന്നല്ലേ ഞാൻ അവിടെ എത്തുന്നത്, തലേന്ന് രാത്രി. എന്നിട്ട് ഞാൻ ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്ത് ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ ചെയ്തത്. കാരണം ഒരു നടത്തി തരും എന്നുള്ള പ്രതീക്ഷയിലല്ല നിക്കണത്. നടത്തി തന്നില്ല. സാരല്ല, ശരിയാവുമായിരിക്കും. മിന്നു, ഈ ടൈമില് നോൺ വെജിറ്റേറിയൻസ് ഒന്നും ഉണ്ടാവൂല. ഈ രാവിലെ നോല് അൽഫാമും ഷവായി ഉണ്ടാക്കിയ എന്നാ മസാല ദോശ അല്ലാതെ വേറെന്താ വേണ്ട? മന്തിയോ? മന്തിയൊന്നും ഈ സമയത്ത് ആയിട്ടുണ്ടാവൂല കുഞ്ഞ. മസാല ദോശ, ദോശ, വെള്ളപ്പം, കടലക്കറി, പിന്നെ എന്താ ഇഡ്ഡലി, ഇടിയപ്പം, പൂരി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാവും. പുട്ടുണ്ടാവും. ഇപ്പൊ ഓൾറെഡി ആവശ്യത്തിലേറെ തള്ളു ഇവിടുന്ന് തള്ളുണ്ട്. ഇനി പുട്ടിന്റെ തള്ളും കൂടി വേണം. പൊറാട്ടയും ബീഫൊക്കെ അതായത് മിന്നുവിന് പൊറാട്ടയും ബീഫും, ലച്ചുവിനും പൊറാട്ടയും ബീഫും. ഞാൻ മസാല ദോശ ഒന്നുകൊണ്ട് ഈ നോൺ വെജ് തന്നെയല്ല മിന്നു എന്നും കഴിക്കുന്നത്. അണക്ക് പൊറാട്ടയും ബീഫും ഓരോള് ബീഫ് കഴിക്കൂല. ബീഫ് കഴിച്ചോ? ആ സൈഡിലോട്ട് വരിക, കുറച്ചും കൂടി മുന്നോട്ട് വരിക. പിന്നെ ഈ ബാക്ക് ഉള്ളവർക്കൊന്നും പിന്നെ അവസ്ഥ മനസ്സിലാവൂല. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റിക്കർ ഇവിടുന്ന് വാങ്ങിട്ട് പോവാ, ഇല്ലെങ്കിൽ ഇപ്പൊ നടക്കൂല. ബേബി ഓൺ ബോർഡ്. ഇല്ലെങ്കിൽ ഇവര് നമ്മുടെ ഇവിടെ ഉണ്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടല്, വെജ് ഹോട്ടല്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടൽ. ആ പൊട്ടൊന്നുമില്ല. പിന്നെ പൊട്ടൂല മിന്നുവാ. സൈഡ് പൊട്ടിയതാണ്. ഇനി അതിനും കൂടി സൈഡിന്റെ പൊട്ടി വീണു. ഗൈസ് വീണു. പിടിച്ച ശരിയായില്ല ഗൈസ്. അപ്പൊ തെരഞ്ഞ് അവസാനം ഹോട്ടല് കണ്ടെത്തി. എത്ര ദൂരം പോകുന്നേ ഹോട്ടല്? 11 കിലോമീറ്റർ. ഹോട്ടൽ ഇല്ലാഞ്ഞിട്ടല്ല, പോന്ന് അവിടെ കേറാ, അടുത്തേല് കേറാ, മറ്റേല് കേറാന്ന് പറഞ്ഞു പോന്നതാ. അവസാനം ഏതോ ഒരു ഹോട്ടല് മസാല ദോശ കിട്ടണം. അങ്ങനെ ചെറിയൊരു ഹോട്ടല്, പ്രമീള ഹോട്ടൽ. മസാല ദോശ 3 മണി മുതൽ. വൈകുന്നേരമാണോന്ന് അറിയില്ല, 3 മണി മുതൽ പറഞ്ഞിട്ട്. അയ്യോ, എന്തൊക്കെ ഐറ്റംസ് ഉള്ള നോക്കാൻ പോകണം. പോകുന്നില്ലല്ലോ. സംഭവം പളി. ഞാൻ വിചാരിച്ച സാധനം ഒന്നും ഏതായാലും കിട്ടിയില്ല. ഞങ്ങള് അടുത്ത ഹോട്ടലും തപ്പി പോകാൻ പോവാണ്. ഇതിപ്പോ ഇന്നും മുഴുവനും ഹോട്ടലും തരുന്ന നടക്കലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ കയ്യോ. അപ്പൊ അടുത്ത ഹോട്ടലും തെരഞ്ഞു പോവഞ്ഞ് അല്ലേ? ഇന്നെങ്ങാനും വല്ലതും കഴിക്കുമോ? ഇതാണോ A1? അത് ജസ്റ്റ് പോയി ചോദിച്ചോക്ക് ഫുഡ് ഉണ്ടോന്ന്. ഈ ടൈം ആയോണ്ട്
എന്താ പറയാ, അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റും കൂടെ ആയതുകൊണ്ട് ഒരുവിധം ആൾക്കാരൊക്കെ വരുന്ന കടയായിരുന്നു. അപ്പൊ രാവിലെ തന്നെ എല്ലാം തീർന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അടുത്ത A1 റെസ്റ്റോറന്റ് ആദ്യം പോയി അന്വേഷിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാം. പത്തിരി, പൊറോട്ട, മീൻകറി, മുട്ടക്കറി പോരെ? ഓക്കെ. അപ്പൊ അതിലില്ല. അപ്പൊ ഇങ്ങനെ അടുത്തേക്ക് നോക്കാം. പോ, 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 പോ. ഈ ഐറ്റംസ് ഒക്കെ വൈകുന്നേരത്തേക്ക് ഇവിടെ എന്താ ഇതൊക്കെ വൈകുന്നേരം? നമുക്ക് താമസിക്കാവാ. അതിന്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടാവില്ല, സ്വയംവരത്തിനുള്ളിൽ. ഫുഡല്ലേ നോക്കണപ്പോ കടവിന്റെ പേര് പറഞ്ഞു. വായനോട്ടത്തിന് മാത്രം ഇപ്പോഴും കുറവില്ല. ഇപ്പുറത്തിരിക്കുന്ന ബാലയാണ് ഞാൻ നല്ല ബോധം. കൊറേ കാലം എന്നെ വായി നോക്കി നടന്ന സ്ഥലം അത്. അതുകൊണ്ട് എന്താ ഇപ്പൊ ഒപ്പം കിട്ടിയില്ലേ? പിന്നെ ഭാഗ്യാണ് വിചാരിക്കും. ഭാഗ്യം എന്റെ ഭാഗ്യാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്നത്. ഭാഗ്യം കഷ്ടകാലം അല്ല. മിന്നുവിനറിയാം കറക്റ്റ്. ഇതിന്റെ അപ്പുറത്തെ റോട്ടുമ്പിൽ അവിടെ ഉണ്ട് കൊറേ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, സോ മെനി ഹോട്ടൽസ്. അതല്ല, അതിന്റെ ഇടയിൽ ഒന്ന് സ്റ്റാൻഡേർഡ് ആവാൻ ശ്രമിച്ചോ ഒരു സംശയം. അത് ഞാൻ സ്റ്റാൻഡേർഡ് ആവില്ല. ഇവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടി നിർത്തിയിടാനുള്ള സ്ഥലമില്ല, സ്റ്റാൻഡിന്റെ അടുത്തല്ലേ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പൊ അതാണ്. ഇങ്ങോട്ട് കേറാം. കേറി വെക്ക. രാവിലെ അല്ലേ? വൺ വേ ആണ്. രാവിലെയൊക്കെയാണ്, പക്ഷെ ഇവിടെ ഒരാൾക്ക് വിശക്കൽ തുടങ്ങിയിട്ട് നേരം കുറയാണ്. ആർക്ക്? ഒന്ന് കഴിക്കാതെ ഇറങ്ങിയല്ലേ. ശരിയാണല്ലോ. ആ ബണ്ണിലും നിന്നില്ലല്ലോ. ഇല്ല ഇല്ല, കള്ളത്തള്ളേ. വല്ലതും പോയി കഴിക്കാറുണ്ടാവുള്ളൂ. വിവേകേട്ടനോട് ചോദിക്കാലോ. ഇവിടെ കൊണ്ടോട്ടി ഏതാ നല്ല ഹോട്ടലുള്ളത് ചോദിക്കാന്. ക്യാമറ കിടന്നാടും. അത് അയിമ വെച്ച് കഴിഞ്ഞാല് ഇതാവട്ടോ, വൈബ്രേറ്റ് ചെയ്യേ. ഇവിടെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ. അതിന് അണക്ക് മസാല ദോശ ഇടണം. എനിക്ക് എന്ത് കിട്ടിയാലും മതി. പോവും. മിന്നൂനാണെങ്കിൽ പൊറോട്ടയും ബീഫും കിട്ടണം. എന്ത് കൊതി വന്ന് നമ്മളെന്ത് ചെയ്യാ? കൊതി വന്ന് നമ്മള് കൊതി തീർക്കണം. ഫിലിമൊക്കെ ഉണ്ടല്ലോ, സുമതി വളവ്. സുമതി വളവ് 9 മണിയായോ? വീട്ടിലേക്ക് എത്തണ്ടേ? സുമതി വളവ് കണ്ടാലോ? ചായക്കട, കൊണ്ടോട്ടി ചായക്കട. ഒരു മസാല ദോശ ഉണ്ടാവോ? അറിയത്തില്ല. മസാല ദോശ അല്ല, മസാല ദോശ വേറെ എന്താ കിട്ടും വെച്ചിട്ട് ഒരു ഹോട്ടല് പറയേ. ഫ്രണ്ട്സ് ഒരുപാടുണ്ടല്ലോ. ഇല്ല ഉണ്ടാ? പോലീസ് സ്റ്റേഷനിൽ കയറാണ്ട് ചോദിച്ചാലോ? എൻക്വയറി പണ്ട് ഞങ്ങൾ ത്രിബിള് വെച്ച് ഒരട്ടം കേറിയല്ലേ. അത് കാണിച്ചു കൊടുത്ത ബാക്ക് ക്യാമറ ഓൺ ആക്കിയാണ്ട്. ഇതിപ്പോ തോന്നുന്നത് ഇപ്പൊ പോയി നമ്മള് ഫസ്റ്റ് കണ്ട ഹോട്ടലിലേക്ക് തിരിച്ചു പോകും തോന്നുന്നു. എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കത്തിച്ചു വിട്ടോ. കത്തിക്കാനൊന്നും കഴിയൂലപ്പോ അത്. അല്ല ഞാൻ പതുക്കെ വിടുന്ന. ബാക്കിയുള്ളവരൊക്കെ തേറി തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു തുടങ്ങി ഈ പതുക്കെ പോയിട്ട്. ഇതൊക്കെ രാത്രി വൈകുന്നേരം തുറക്കണ കടകളാണ്. അത് ബേബി ഓൺ ബോർഡ് വെച്ചിട്ടില്ലല്ലോ, അത് വാങ്ങിയിട്ടില്ലല്ലോ. മെസ് ഹൗസ്. ഇതിപ്പോ അവിടെ പോയി വെറുതെ കൈ പോകും. അവിടുത്തെ അയാൾ നോക്കണുണ്ടോ?
അയ്യോ സീറ്റ് ബെൽറ്റ്. ആ ഇതിലൊന്ന് കേറുക, ഇതില് കിട്ടും, മന്തിയൊക്കെ ഉണ്ട്. ഇതേ ചായ. ഇതേ ചായയില് അല്ലെങ്കിൽ ഷവർമ. ഈ നേരത്തെ ആരാ മിന്നോൾക്ക് ഷവർമ ഉണ്ടാക്കി തരാ? മാറിപ്പോയതാണ്, ആ കണ്ടപ്പോ നോക്കിയതാ. എന്താ പാടുന്നുള്ളിൽ കേറിയിട്ട് നോക്കാല്ലേ. ലാൽ